ബട്ടർഫ്ലൈസ്. അവതരണം ഗീതു. നമസ്കാരം, എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു കുറുക്കൻ്റെയും ഒരു ആടിൻ്റെയും കഥയാണ്. കഥ നമുക്ക് കേൾക്കാം. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ഒരു ദിവസം ഈ കുറുക്കൻ ഇങ്ങനെ കാട്ടിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു വരികയായിരുന്നു. കുറേ ദൂരം നടന്നു. അങ്ങനെ നടന്നു വന്നപ്പോൾ കുറുക്കന് നല്ല ദാഹം തോന്നി. അപ്പോൾ കുറുക്കൻ ഇങ്ങനെ നോക്കിയപ്പോൾ തൊട്ടടുത്തതാ ഒരു ആഴം കുറഞ്ഞ കിണർ. അങ്ങനെ കുറുക്കൻ ആ ആഴം കുറഞ്ഞ കിണറ്റിലേക്ക് ഇറങ്ങി തനിക്ക് മതിയാവോളം ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. ഈ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് തിരിച്ച് കിണറ്റിൽ നിന്നും കയറാൻ ഒരുങ്ങിയപ്പോഴാണ് കുറുക്കന് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. കാരണം എത്ര ശ്രമിച്ചിട്ടും കുറുക്കന് മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, ആ ഒരു കിണറിൽ പടവുകളോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ കുറുക്കൻ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാവൂ, കുറുക്കൻ മനസ്സിൽ കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആട് അതുവഴി വന്നത്. ആട് കുറുക്കനെ കണ്ടതും വിളിച്ചു ചോദിച്ചു, ഈ വെള്ളം കുടിക്കാൻ കൊള്ളാമോ? നല്ല വെള്ളമാണോ? പെട്ടെന്നാണ് കുറുക്കനൊരു ബുദ്ധി തോന്നിയത്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അതേ സുഹൃത്തേ, ഇത് വളരെ നല്ല രുചിയുള്ള വെള്ളമാണ്. നിനക്ക് വേണോ? നീ വന്നിറങ്ങി കുടിച്ചു നോക്ക്. ഇത് കേട്ടതും ഉടൻ തന്നെ ആട് മറ്റൊന്നും ചിന്തിക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങി. ആട് കിണറ്റിലേക്ക് ഇറങ്ങിയ ആ സമയം തന്നെ കുറുക്കൻ ആടിന്റെ പുറത്ത് ചവിട്ടിക്കയറി കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ടു. പെട്ടെന്ന് ആട് ആകെ പകച്ചു നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്നേ ആടിന് മനസ്സിലായില്ല. കരയിലേക്ക് നോക്കിയതും കുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ആട് കണ്ടത്. അപ്പോഴാണ് ആടിന് കാര്യം മനസ്സിലായത്. അപ്പോൾ ആട് മനസ്സിൽ കരുതി, ഞാനിനി എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടും? ഉടനെ തന്നെ ആട് വിഷമത്തോടെ കുറുക്കനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത്? ഈ കിണറ്റിൽ പടവുകൾ ഒന്നും തന്നെ തിരിച്ചു കയറാനായില്ലെന്ന് നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കിണറ്റിലേക്ക് ഇറങ്ങുകയില്ലായിരുന്നു. ഉടനെ കുറുക്കൻ ആടിനോട് തിരിച്ചു ചോദിച്ചു, നീ എന്തിനാണ് എന്നെ വിശ്വസിച്ചത്? ആദ്യമായി കണ്ട ഒരാൾ പറഞ്ഞത് വിശ്വസിച്ച് ഈ കിണറ്റിലേക്ക് ഇറങ്ങിയ നീയാണ് മണ്ടൻ. നീ നോക്കണമായിരുന്നു കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അവിടെ നിന്നും തിരിച്ചു കയറാൻ പടവുകൾ ഉണ്ടോ എന്നൊക്കെ, അല്ലേ? നിന്നെ ഞാൻ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ടാണ് നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചത്, ആട് പറഞ്ഞു. ഉടൻ കുറുക്കൻ മറുപടിയായി പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത എന്നെ വിശ്വസിച്ചതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ രക്ഷപ്പെട്ടത് തന്നെ വളരെ ഭാഗ്യം. ഇനി നിന്നെ രക്ഷിക്കാനൊന്നും എനിക്ക് സമയമില്ല. നീ സ്വന്തമായി ആലോചിച്ച് ബുദ്ധി കണ്ടെത്തി സ്വയം രക്ഷപ്പെടും എന്ന് പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോൾ ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? ഒട്ടും ആലോചിക്കാതെ അന്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യരുത്, അല്ലേ? അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു നല്ല ഗുണപാഠമാണ്, അല്ലേ? കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും. അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്തതിന് മുന്നേയും നമ്മൾ ഒന്ന് നന്നായി ചിന്തിച്ച് ആലോചിച്ച് മാത്രമേ അതിലോട്ട് എടുത്തു ചാടാവൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കഥ കുഞ്ഞുകുട്ടികാർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു.